ശ്രീ BRM ഷഫീർ, ഈ സാങ്കേതിക വശങ്ങളിലേക്ക് പോകുന്നതിന് വരാം വിജയകുമാർ സാറേ, സാങ്കേതികമായ വശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഇവിടെ ഒരു രാഷ്ട്രീയ നിലപാട് ശ്രീ M പ്രകാശൻ മാസ്റ്റർ വയ്ക്കുകയുണ്ടായി. എവിടെയാണ് പ്രതിപക്ഷം? ഇപ്പോൾ ഇന്ന് കർണാടക അവിടെ ചെന്നല്ലോ, അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ രാജ്യസഭയിൽ ഉൾപ്പെടെയുള്ള MP മാരെ വെച്ചുകൊണ്ട് 5 MP മാരാണ് അതിനകത്തുള്ളത് അല്ലേ? അവിടെ കർണാടകത്തിലാകെ ഒരു കോൺഗ്രസ് MP ഉള്ളൂ ലോക്സഭയിലേക്ക്, ബാക്കി മുഴുവൻ BJP ആണ്. അവരെ പറ്റി എന്താണ് സിദ്ധരാമയ്യയും ശിവകുമാറും ഒക്കെ പറഞ്ഞത്? ഇവിടെ പിണറായി വിജയൻ ഇവിടെ നിന്നുള്ള 18 UDF MP മാരെ പറ്റി പറയുന്ന അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരേ തൂവൽ പക്ഷികളാകുന്നത് ആരാണ്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇവരോടൊപ്പം സഹകരിക്കാത്തത്. അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള അന്ധമായ വിരോധം കൊണ്ടൊന്നുമല്ല, അങ്ങനെ വേണു കാണണ്ട. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തികമാണ്, മറ്റൊന്ന് രാഷ്ട്രീയമാണ്. സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഞാൻ രണ്ടാമത് പറയാം. ആദ്യത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇവർ കേന്ദ്രത്തിനെതിരായി സമരപ്രഖ്യാപനം നടത്തുന്നു. ഒന്ന്, അത് വേണുവിനും അറിയാം, സമരപ്രഖ്യാപനമാണ്. എന്നാൽ സമരപ്രഖ്യാപനം എങ്ങനെയാണ് സമ്മേളനമായി മാറിയത്, സമ്മേളനമായി പരിവർത്തനപ്പെടുത്താനുള്ള രാഷ്ട്രീയ കാരണം എന്തെന്ന് വിശദമാക്കേണ്ടത് പിണറായി വിജയൻ. അല്ലല്ല, പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ട്. വിവിധ നേതാക്കളെ വിളിച്ചു കൂട്ടുന്ന ആദ്യഘട്ടം സമ്മേളനം, അതിനുശേഷം സമരം. സർ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ പ്രാഥമികമായ ഒരു സമ്മേളനം നടത്തുന്നു, അതിലും ഇതൊരു സൂചനയാണ്, അതിനുശേഷം ഞങ്ങൾ സമരമാർഗങ്ങൾ സ്വീകരിക്കും എന്നല്ലല്ലോ പറഞ്ഞത്. നാളത്തെ പരിപാടിക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന് സമ്മേളനം, പിന്നെ സമരം. ഇപ്പൊ നിങ്ങളിപ്പോ കർണാടക അവിടെ ഇപ്പൊ പോയി പ്രതിഷേധം നടത്തിയല്ലോ, കോൺഗ്രസിന്റെ കൊടി ഉപയോഗിച്ചോ, കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചോ? ഒന്നുമില്ല, സർക്കാർ എന്ന ലേബലിലാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ കാണാമല്ലോ ഇതിനെയും. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണ എന്ന രൂപത്തിൽ വിവിധ കക്ഷികളുടെ പങ്കാളിത്തം. അവിടെയും ഖാർഗെയില്ല, അല്ല BRM അവിടെയും ഖാർഗെയില്ല. ഇന്ന് പ്രധാനമന്ത്രിക്ക് മറുപടി പറയുമ്പോൾ ഖാർഗെ 2 സംസ്ഥാനങ്ങളെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ കേന്ദ്രം കർണാടകത്തോടും കേരളത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു അല്ലേ? പക്ഷേ നാളെ കേരളത്തിന്റെ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആരാണ്? മോദി മുഖം തിരിഞ്ഞു നിൽക്കും, ശത്രുപക്ഷത്താണല്ലോ. നിങ്ങൾ ഇപ്പുറത്തെ പക്ഷത്താണെന്നല്ലേ പറയുന്നത്? മുഖം തിരിഞ്ഞു നിൽക്കുന്നല്ലോ ഖാർഗെ. പിണറായി പറഞ്ഞല്ലോ, ആവർത്തിച്ച് വിളിച്ചിട്ടുണ്ട് എന്ന്. വരുന്നില്ലല്ലോ. അങ്ങ് പറഞ്ഞോളൂ. ശരി, നിങ്ങൾ എനിക്ക് ആദ്യം തന്നത് 1 മിനിറ്റാണ്, ഞാനതങ്ങ് പാലിച്ചു. എന്നെ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്നെ അങ്ങ് ഒഴിവാക്കിയിരിക്കും ചർച്ച ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയ കാരണവും സാമ്പത്തിക കാരണവും പറഞ്ഞതിന് ശേഷം എനിക്ക് അവസരം തന്നില്ലെങ്കിൽ വേണ്ട. എൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. എൻ്റെ കൺസേൺ ഇങ്ങനെയാണ്. ആദ്യം അവർ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം അത് സമ്മേളനമാക്കി പരിവർത്തനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വാദം ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എന്താ കർണാടക ചെയ്തെന്താ? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായി സൂചനാ സമരം, അത് സമ്മേളനമല്ല. ഇവർ പ്രഖ്യാപിച്ചെന്താ? സമ്മേളനമല്ല പ്രഖ്യാപിച്ചത്, സമരം. ഇപ്പോഴെന്തായി? സമരം രൂപം മാറി സമ്മേളനമാക്കി പരിവർത്തനപ്പെടുത്തി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അങ്ങ് തുടർന്നോളൂ. അല്ലല്ല, അങ്ങയുടെ അവസരമൊന്നും കളയുകയല്ല, അങ്ങ് തുടർന്നോളൂ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നാളെ ഈ ജന്തർ മന്ദറിൽ ആദ്യഘട്ടത്തിൽ എത്തുന്ന പാർട്ടികളുടെ പേര് പറയാം. നിങ്ങൾ മുഖതിരിഞ്ഞേക്കാണെങ്കിലും DMK, RJD, AP, JMM, NCP, നാഷണൽ കോൺഫറൻസ്, ഇവരൊക്കെ കൂടെ സമരത്തിനാ വരിക? അങ്ങനെയാണോ? ഇത് ഒരു പൊതു ആവശ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെടലുണ്ട്. ആ ഘട്ടം കഴിയുന്നു, പിന്നെ സമരം. എന്താ അങ്ങനെ കാണാൻ പ്രയാസം? എന്താ പിന്നെ ആദ്യത്തെ സമ്മേളനത്തിന് നിങ്ങൾ വരാൻ ഞാൻ എന്താ? അല്ല, ഒരു സെക്കൻഡ്, ആദ്യത്തെ സമ്മേളനത്തിന് വരാൻ ഞാൻ എന്താ? സമരമല്ല, സമ്മേളനത്തിന് വരാത്ത ഞങ്ങൾ അല്ല വരട്ടെ. അതിനു മുമ്പ് വേറൊരു സമ്മേളനം നടന്നല്ലോ. വേണു ഒന്ന് കേൾക്ക്. വേണുവിന്റെ രക്തം അന്ന് തിളച്ച് കണ്ടില്ലല്ലോ. വേണുവിന് അറിയോ, ഇന്ത്യ രാജ്യത്ത് 4400 കിലോമീറ്റർ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയും അവകാശങ്ങളെ ഒരുപോലെ കാണാൻ, ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേന്ദ്ര നയങ്ങൾക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തിയ കാൽനട പ്രചരണ ജാഥ ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം കശ്മീർ. 28 പാർട്ടികൾക്ക് ഞങ്ങൾ കത്തയച്ചു. അയച്ചത് ഇതേ മല്ലികാർജ്ജുൻ ഖാർഗെ. വരേണ്ടത് സീതാറാം യെച്ചൂരി. വരാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്ന CPM. വരാത്ത നേതാവ് സീതാറാം യെച്ചൂരി. തടഞ്ഞത് പിണറായി വിജയൻ. എന്ത് കാരണം? അന്ധമായ കോൺഗ്രസ് വിരോധം. അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ സീതാറാം യെച്ചൂരിയെ തടഞ്ഞവർ ഈ രാഷ്ട്രീയവും ഈ പറയപ്പെടുന്ന കാര്യങ്ങളും അന്ന് കാണിച്ചില്ലല്ലോ. കാണിച്ചോ? വേണുവിന്റെ പിന്നെ ആ ചോദ്യം അങ്ങോട്ട് കൊടുക്കും. ഭാരത് ജോഡോ യാത്ര പോലെയാണോ ഈ വിഷയം? രൂപീകരിക്കുന്നു. ശരി, ഒരു മിനിറ്റ് സാർ, പറയട്ടെ സാർ, രാഷ്ട്രീയമല്ലേ സാർ, പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നു. എന്തിനാ ഇന്ത്യ മുന്നണി? ഫെഡറലിസം ശക്തിപ്പെടുത്താൻ, ഭരണഘടന നിലനിൽക്കാൻ. ഈ ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് സ്റ്റേറ്റുകളുടെ സാമ്പത്തിക അവകാശങ്ങൾ.
ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേരാത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. മുന്നണിയിലേക്ക് ആളിനെ അയക്കാത്ത, കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളിനെ അയക്കാത്ത ഒരേ ഒരു പാർട്ടി CPM. എന്താ അയക്കാത്ത കാരണം? കാരണക്കാരൻ പിണറായി വിജയൻ. എന്താ കാരണം? അന്ധമായ കോൺഗ്രസ് വിരോധം. എന്താ കാരണം? നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പമുള്ള അനുഭാവം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് അറിയോ വേണു? സമ്മേളനം, സംഘർഷാത്മകമായ സമരം സമ്മേളനമായി എന്താണെന്നറിയോ? 2 കാരണങ്ങൾ. ഒന്ന്, മകളുടെ എക്സാലോജിക്കൽ കമ്പനിക്കെതിരായിട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന അന്വേഷണത്തിന്റെ കാലാവധി 4 മാസം എന്ന് പറഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കൂടി നോക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിട്ടുകൊടുത്തില്ല എങ്കിൽ, തൃശ്ശൂരിൽ ജയിപ്പിച്ചു കൊടുത്ത CPM-ന്റെ കടർമാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ മകൾ അകത്തു പോകും എന്നുള്ള സൂചന. ഒന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കേസ് ഒരു സെക്കൻഡ്. ആദ്യത്തെ ആർഗ്യുമെന്റിൽ ഊന്നു നിൽക്കുന്ന ഒരു വസ്തുതാപരമായ വിഷയമാണെങ്കിൽ ചൂണ്ടിക്കാണമല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘത്തിനാണ് 4 മാസം. SFIയുടെ അന്വേഷണം 8 മാസമാണ്. SFIയുടെ അന്വേഷണം 8 മാസം. വേണു കേൾക്കണം. ലാവ്ലിൻ കേസിന്റെ ഹിയറിംഗ് മെയ് മാസം 1, 2 തീയതികളിലേക്ക് മാറ്റി. എന്താ ഏപ്രിൽ മെയ് മാസത്തിന്റെ പ്രത്യേകത? ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാവ്ലിൻ കേസിന്റെ വിചാരണ 1, 2 തീയതികളിലേക്ക് സോളിസിറ്റർ ജനറൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇല്ല, ഇതൊക്കെ തെറ്റാണ്. അല്ലല്ല, സോളിസിറ്റർ ജനറൽ മെയ് അല്ല പറഞ്ഞത്. കാര്യങ്ങൾ നോക്കിയിട്ട് വരണം. ഇല്ല, കോടതിയാണ് പറഞ്ഞത്. മെയ് 1 എന്നത് കോടതിയാണ് പറഞ്ഞത്, സോളിസിറ്റർ ജനറൽ അല്ല. ഏപ്രിലിലെ തീയതികളാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. ഏപ്രിലിലെ തീയതികളാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. വേണു അറിയാമോ? ഒരു മിനിറ്റ് കേസ് ലിസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമോ വേണു? ഒരു കാര്യം പറഞ്ഞുതരാം. കോടതി ചോദിക്കും കേസ് ലിസ്റ്റ് ചെയ്യാമോ? ആദ്യം ആരാണോ സോളിസിറ്റർ ജനറൽ അഥവാ പബ്ലിക്കിന്റെ പ്രോസിക്യൂട്ടർമാരുമായി ബന്ധം വരുന്നവർ ആര്, അല്ലെങ്കിൽ അറ്റോർണി അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ ചോദിക്കും എന്നാവാം, ഒരു ഡേറ്റ് പറയും. അതിനുശേഷം പ്രതിഭാഗത്തോട് ചോദിക്കും എന്നാവാം, അവരും ഒരു ഡേറ്റ് പറയും. അവർക്ക് 2 പേരുടെയും കൺവീനിയൻസ് ആയിട്ടുള്ള ഡേറ്റ് എടുക്കും. 2 പേരും ഇൻകൺവീനിയന്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡേറ്റ് പറയും. ഞാൻ വരാം ശ്രീ BR. എനിക്ക് 8:30 മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലാതെ അങ്ങയുടെ അവസരം ഞാൻ തടയുകയല്ല. അങ്ങനെ സഹകരിക്കുക. ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം.